എല്ലാവരും എന്ത് പറയുന്നു? അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്യാരറ്റ് റെസിപ്പിയാണ് കേട്ടോ. ക്യാരറ്റ് അച്ചാർ, ക്യാരറ്റ് സാലഡ്, ക്യാരറ്റ് സേമിയയും പായസം, ക്യാരറ്റ് തന്നെയുള്ള പായസം, ക്യാരറ്റ് റൈസ്, എന്തൊക്കെയല്ലേ ക്യാരറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ക്യാരറ്റ് ഒരു സൂപ്പറാണ് കേട്ടോ. ക്യാരറ്റ് ഷേക്ക് എന്താ അല്ലേ. പിന്നെ എന്താണെന്നിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അപ്പോൾ ക്യാരറ്റ് സൂപ്പാവാമെന്ന് വിചാരിച്ചു. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ മഴക്കാലത്തെ റെസിപ്പീസ് ആണല്ലോ നല്ലത്. അപ്പോൾ ഒരു 3 ക്യാരറ്റും കുറച്ച് ജിഞ്ചറും ഗാർലിക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്കൊരു സൂപ്പ് ഉണ്ടാക്കാം. നമുക്ക് തൊണ്ടവേദനയോ കോൾഡൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നല്ലൊരു എന്താ പറയുക മീലാണ്. അപ്പോൾ നമുക്കതിൽ ഓയിലോ ഗീയോ എന്തൊക്കെയാണ് നമുക്കുള്ളത് വെച്ചാൽ അത് വെച്ചിട്ട് എടുക്കാം കേട്ടോ. കുറച്ച് 3-4 ഗാർലിക്കും പിന്നെ ഒരു പീസ് ജിഞ്ചറും. അപ്പോൾ ഇതൊക്കെ ഇട്ടാൽ തന്നെ നമുക്ക് നല്ല ബോഡി ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് എന്തെങ്കിലും ഒരു കോൾഡ് വന്നാൽ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതിന്നൊക്കെ മാറാൻ നല്ലതാണ് ഇത്. ഓണിയൻ ഒരെണ്ണമാണ് കേട്ടോ എടുത്ത്. എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു സൂപ്പ് തന്നെയാണ്. ലൈറ്റുമാണ്, പക്ഷേ നല്ല വിറ്റമിൻസ് ധാരാളം ഉണ്ടല്ലോ. വെയിറ്റ് ലോസിന് നല്ലതാണ്, നമ്മുടെ കണ്ണിന് വളരെ നല്ലതാണ്. നമുക്ക് ചിലപ്പോൾ ബോഡി നല്ല ക്ഷീണത്തിലേക്ക് പോകും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് അതിനെ ഹീൽ ചെയ്ത് മാറ്റി കൊണ്ടുവരാൻ വളരെ നല്ലതാണ്. വിറ്റമിൻ സിയും വിറ്റമിൻ എയും ഒക്കെ ധാരാളം ഉണ്ടല്ലോ. കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടാൻ വളരെ നല്ലതാണ്. നാളെ കർക്കിടകം 1 അല്ലേ. അപ്പോൾ മഴ ഇന്ന് നന്നായി പെയ്യുന്നുണ്ട്. നാളെ വടക്കുന്നാഥനിലെ ആനയോട്ടാണ്. നല്ല ഗംഭീരമാണ്. അപ്പോൾ ക്യാരറ്റ് അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കാം. ഇനി കുക്കറിലാണെങ്കിൽ കുക്കറിലൊരു 3-4 വിസിൽ അത്രേ വേണ്ടൂ. ഞാൻ ഇതിൽ തന്നെ ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം ഒഴിക്കുക. അതെപ്പോഴും അതിന് മീതെ നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിക്കുക. പിന്നെ ആ വെള്ളം നമുക്ക് സൂപ്പിലേക്ക് എടുക്കാം. ബാക്കി വരുന്ന വെള്ളം ഇതാ എല്ലാം ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കുക വേണ്ടോ. എന്തായി എല്ലാവരുടെയും. ഇനി കർക്കിടക മാസമാണല്ലോ, ആരോഗ്യം കുറേ ശ്രദ്ധിക്കണം അല്ലേ. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റെസിപ്പീസ് നോക്കാം. ഇനി ഇത് നമുക്ക് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് സൂപ്പ് നമുക്ക് ഉണ്ടാക്കി വേണ്ടോ. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റാവുന്നതാണ്. അടിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ആ വെള്ളം ഉണ്ടല്ലോ അത് മിക്സിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് അത് അടിച്ചെടുക്കാം. അല്ലെങ്കിൽ അതിന് ടൈം എടുക്കും. ഒന്ന് കറക്കി കഴിഞ്ഞാൽ അത് മിക്സി നല്ല ക്ലീനായി നമുക്ക്. ഇനി ഇതൊന്ന് നമുക്ക് ആവശ്യമുള്ള പൊടികൾ ചേർക്കാം. ഞാൻ ചേർക്കുന്നത് കുരുമുളകും പിന്നെ കുറച്ച് ജീരകപ്പൊടിയും വറുത്ത് പൊടിച്ച് വെച്ചതാണ്. അതും കൂടി ചേർത്തിട്ട് ഒന്ന് തിളപ്പിക്കുക. അത്രേ വേണ്ടൂ. കൺസിസ്റ്റൻസി ഓരോരുത്തർക്കും തീരുമാനിക്കാം കേട്ടോ. എത്രയാ നല്ല ലൂസായിട്ടാണോ അല്ലെങ്കിൽ ഒന്ന് നല്ല കട്ടിയായിട്ടാണ് വേണ്ടത് വെച്ചാൽ അതുപോലെ തീരുമാനിച്ച് നമുക്ക് എടുക്കാം. എന്തായാലും മഴക്കാലത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ സൂപ്പ് കുടിക്കുന്നത് നല്ലതാണ്. പല തരത്തിലുള്ള വെജിറ്റബിൾസ് ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. തക്കാളി മാത്രമാണെങ്കിൽ തക്കാളി, ക്യാബേജോ അല്ലെങ്കിൽ ക്യാരറ്റോ എങ്ങനെയുള്ളത് നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് അതൊക്കെ ഒന്ന് കുക്കറിൽ വേവിച്ചെടുത്താൽ അതിനാവശ്യമുള്ള നമ്മൾക്ക് ഹെൽത്തിന് ആയിട്ട് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്തിട്ട് അത് വളരെ നന്നാക്കി കൊണ്ടുവരാം. ക്യാരറ്റ് ജ്യൂസ് റെഡി ആയിട്ടോ. അപ്പോൾ ഇതേപോലെയുള്ള റെസിപ്പീസൊക്കെ ഒന്ന് എല്ലാവരും നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക.
റെഡിയായി. ഇനി നമുക്ക് ഈ മഴയത്ത് സൂപ്പ് കുടിക്കാൻ നല്ല രസം തന്നെയാണ്. മഴക്കാലത്തെ റെസിപ്പീസ് എന്തായാലും അതൊരു വ്യത്യസ്തമാണ് അല്ലേ? നമുക്ക് ചുമയും കോൾഡൊക്കെ വരുമ്പോൾ നമുക്ക് വേറെ തരത്തിലുള്ള റെസിപ്പീസാണ് നമുക്ക് എപ്പോഴും താല്പര്യം വരിക. രസവും സൂപ്പും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പെട്ടെന്ന് മാറും. അപ്പോൾ ഇനി കർക്കിടക മാസമായി, ഒന്നും കൂടി നമുക്ക് ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കാം അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ സൂപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു കർക്കിടക മാസം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.